ഹലോ, അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി കലമക്കായി ഉണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇവിടെ കലമക്കായി എന്ന് പറയുക, ചില നാട്ടിൽ കടുക്ക എന്നും പറയും. ആ കടുക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഉണ്ട ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു നായി അരി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പൊന്നി അരിയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാ നല്ല അരി ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ അരി എടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ നന്നായിട്ട് അതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്കുള്ള കൽമക്കായിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതാ ഒരു 3 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ശേഷം ഇതാ കുറച്ച് വലിയ കൽമക്കായി ആയതുകൊണ്ട് തന്നെ കൽമക്കായി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം ചെറിയ കൽമക്കായി ആണെങ്കിൽ നിങ്ങൾക്ക് അതോടെ തന്നെ എടുക്കാം, ചെറുതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞളും മുളകും ഇട്ട് അരച്ചതാണ്. അതിന് ശേഷം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഇതാ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതാ ഇവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളി നന്നായി വഴറ്റി വരുന്നുണ്ട്. ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതാ നമ്മൾ നേരത്തെ വൃത്തിയാക്കി എരിഞ്ഞ് വെച്ചിട്ടുള്ള കൽമക്കായി കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൽമക്കായി നമ്മൾ ഉള്ളിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. കൽമക്കായിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം ആ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം ഇത് അതൊന്നായി വന്നതിന് ശേഷം നമ്മളിതാ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ ആ ഒരു മിക്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയിൽ നമ്മൾ മഞ്ഞളും മുളകും വെളുത്തുള്ളിയും മാത്രമേ ഇട്ടിട്ട് അരച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കൂടെ ഇട്ട് അരച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എരിവിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ നല്ല എരിവുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ മുളക് പൊടി ചേർക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതാ നന്നായി സെറ്റാക്കി മൂടി വെക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാല നല്ല പരുവായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മസാലയൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതാ നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള അരി മിക്സിയിലിട്ട് അരച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് അരി വേണ്ടത്. ഈ ഒരു ടൈറ്റാണ് അരിക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ഉണ്ട ഉരുട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അറിയാത്ത ആൾക്കാർ ഇതാ ഈ വീഡിയോയിൽ ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉരുട്ടേണ്ടതെന്ന്. അപ്പോൾ ഇതാ ഇങ്ങനെ ആദ്യം ഒന്ന് ഇത് പരത്തി കൊടുക്കണം. അതിൻ്റെ ശേഷം ഇതാ നമ്മളെ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. ഈ ഫില്ലിങ്ങിന് പകരം നമുക്കിത് ഞാനിപ്പോൾ ഇവിടെ കൽമക്കായി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കൊഞ്ചനോ അല്ലെങ്കിൽ അയില മീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. കൊഞ്ചനൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ല, മീനോ ഇറച്ചിയോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വെറും തേങ്ങയിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഉരുളകളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം നമ്മളിത് ആവിച്ചെമ്പിലാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ ആവിച്ചെമ്പിൽ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നും അതിൻ്റെ മുകളിലായിട്ടൊന്നും വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. കുറച്ച് നേരം വേകുമ്പോൾ അതെല്ലാം സെറ്റായിക്കോളും. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.